ഗൈസ്, എല്ലാ സീസണിലും മോഹൻ ബഗാൻ ഒരു ഞെട്ടിപ്പിക്കുന്ന ഇന്ത്യൻ സൈനിങ് നടത്തണമല്ലോ. അത് ഇത്തവണ അഭിഷേക് സിംഗ് ആകുന്നു എന്നുള്ളതാണ്. 20 വയസ്സുകാരനായിട്ടുള്ള വിങ് ബാക്ക് ആയിട്ടുള്ള താരമാണ് അഭിഷേക് സിംഗ്. ഈ ഒരു താരവുമായി ബന്ധപ്പെട്ട് പല ക്ലബ്ബുകളുടെ പേരും ചേർത്ത് വെച്ച് റൂമറുകളൊക്കെ വന്നതാണ്. എന്നാൽ മോഹൻ ബഗാൻ ആ ഒരു വലിയ തോതിലുള്ള പണം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സൈനിങ് ആക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഖേൽനോവിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഡീലിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 8.1 CR ആണ്. വലിയ എമൗണ്ട് തന്നെയാണ്. ട്രാൻസ്ഫർ ഫീ ആയിട്ട് കൊടുക്കുന്നത് ഏതാണ്ട് 1.8 CR ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ആദ്യം രംഗത്തുണ്ടായിരുന്ന സമയത്ത് ഓഫർ ചെയ്തിരുന്ന ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞാൽ 1.3 CR ആയിരുന്നു. അത് റിജക്റ്റ് ചെയ്തിരുന്നു പഞ്ചാബ് FC. അതിനുശേഷം മോഹൻ ബഗാൻ 1.5 CRൻ്റെ ഒരു ട്രാൻസ്ഫർ ഫീ ഓഫർ ചെയ്തിരുന്നു, അതും റിജക്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡീലാണ് ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ്. 8.1 CRൻ്റെ ഒരു വലിയ ഡീലായി മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് സിംഗിൻ്റെ ഒരു സാലറി കൂടി കൂട്ടുമ്പോഴാണ്. 3 വർഷത്തേക്കുള്ളൊരു ഡീലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് സാലറി ആയിട്ടൊക്കെ വരുന്നത് ഒരു സീസണിൽ ഏതാണ്ട് 2.1 കോടി രൂപ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനിവേ ഈ അഭിഷേക് സിംഗിൻ്റെ പേര് ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കേട്ടിരുന്നു. അതിനുശേഷം ഈസ്റ്റ് ബംഗാളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഭയങ്കര ശക്തമായിട്ടുള്ള തരത്തിലുള്ള റൂമേഴ്സൊക്കെ വന്നിരുന്നു. പിന്നെ ഗോവയുമായിട്ടും കേട്ടിരുന്നു, ജയ്ഗുപ്ത അവിടെ നിന്ന് പോകും, ചിലപ്പോൾ അഭിഷേക് സിംഗ് ആയിരിക്കും പകരം എത്തുക എന്ന് പറയുന്നൊരു കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എനിവേ അതിനുശേഷം മോഹൻ ബഗാൻ താരത്തെ എത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയേണ്ടത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഈ സീസണിൽ ISL ഏതാണ്ട് 22ഓളം മത്സരങ്ങൾ കളിച്ചു. അതുപോലെ തന്നെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട്, സീനിയർ ടീമിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ്, അതുപോലെ അണ്ടർ 23 ടീമിന് വേണ്ടി നടത്തിയിട്ടുള്ള കിടിലൻ പ്രകടനം, ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. വളരെ ടെക്നിക്കലി നല്ല ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലെയറാണ്. വളരെ വിങ് ബാക്കിന് വേണ്ട എല്ലാ കേപ്പബിലിറ്റിയുള്ള അപ്പ് ആൻഡ് ഡൗൺ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പം സീനിയർ ടീമിൻ്റെയും അത് അണ്ടർ 23 ടീമിൻ്റെ മത്സരങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്ലെയറായിട്ട് നമ്മൾ റേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ ഒരു വിങ്ങേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ലിങ്കപ്പ് പ്ലേക്കൊക്കെ ഒരു കേപ്പബിലിറ്റി ഉള്ള താരം തന്നെയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം നിലവിൽ കളിച്ചു വരുന്നത്. നാഷണൽ ടീമിലാണെങ്കിലും ISL ക്ലബ്ബുകളൊക്കെ ആണെങ്കിലും അങ്ങനത്തെ റോളിലാണ് കളിച്ചത്. ബേസിക്കലി ഇദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് പ്ലെയർ ആയിരുന്നു, ഒരു റൈറ്റ് ഫൂട്ടഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പഞ്ചാബിൽ ലെഫ്റ്റ് ബാക്ക് കളിച്ചു, അങ്ങനെയാണ് പിന്നീട് നാഷണൽ ടീമിലൊക്കെ ആ റോളിൽ കളിച്ചത്. ഇനി മോഹൻ ബഗാനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഏത് റോളിലാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സുഭാഷിഷ് ബോസ് ഉണ്ട്. അപ്പം സുഭാഷിഷ് ബോസിനെ ഡ്രോപ്പ് ചെയ്തിട്ട് അഭിഷേക് സിംഗിനെ അവിടെ കളിപ്പിക്കുമെന്ന് പറയുന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. റൈറ്റ് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആശിഷ് റായ് ഉണ്ട്. ആശിഷ് റായും നാഷണൽ ടീമിലെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ആരെ ഒഴിവാക്കും എന്ന് പറയുന്നൊരു ചോദ്യചിഹ്നം അവിടെ നിലനിൽക്കുന്നു. റൈറ്റ് ബാക്കിലെ ആശിഷ് റായി ആകുമോ ആ ഒരു സ്ഥാനം പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും അവരുടെ വിങ് ബാക്ക് പൊസിഷൻ ഇതോടുകൂടി വളരെ ശക്തമാകുന്നു എന്ന് പറയുന്നൊരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതാണ്. ഇപ്പോൾ മോഹൻ ബഗാൻ്റെ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും ആര് ബെഞ്ചിലാകും, ആര് കളിക്കുമെന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലത്തെ ഒരു സ്ക്വാഡാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ളത്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.